വിനിപ്പൂവിന്റെ മറ്റൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, എല്ലാവരും പ്രോമോയില് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അച്ഛമ്മ സച്ചിയെ പുഷ്പം പോലെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങള്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അങ്ങനെ അച്ഛമ്മ തിരികെ വീണ്ടും ചന്ദ്രോദയത്തിലേക്ക് എത്തുകയാണ്. അച്ഛമ്മ വന്ന് ഇറങ്ങി എന്നുള്ള കാര്യം കണ്ടപ്പോഴത്തേക്ക് തന്നെ ശ്രുതി ആളാകെ മാറി. അച്ഛമ്മ പോകുന്ന സമയത്ത് എന്തായിരുന്നോ പറഞ്ഞേൽപ്പിച്ചത് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരാളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ശ്രുതി നന്നായിട്ട് തടച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കാണുമ്പോൾ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ടല്ലോ അതുപോലെ എന്ന്. അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഞാൻ അനുസരിക്കാതിരിക്കോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി അച്ഛമ്മ പോയതിനു ശേഷം അവിടെ ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടി ചേർന്നിട്ട് അച്ഛമ്മയെ അറിയിക്കുകയാണ്. എന്നാൽ ഇത്രയും ദിവസത്തെ ജോലി ഒറ്റ ദിവസം കൊണ്ട് അവളെ കൊണ്ട് താൻ ചെയ്യിപ്പിക്കും എന്നുള്ള വാശിയിലാണ് അച്ഛമ്മ ഇരിക്കുന്നത്. അച്ഛമ്മയുടെ അടുത്ത് എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് അടുപ്പത്ത് കറിയുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തും വർഷയും കൂടി ചേർന്നിട്ട് അടുക്കളയിലെ ജോലികളെല്ലാം തീർത്തു എന്നുള്ള കാര്യം ശ്രുതിയെ അറിയിക്കുകയാണ്. ശ്രുതിക്ക് എന്തെങ്കിലും ഒരു ജോലിയല്ലേ വേണ്ട എന്നുള്ള കാര്യം രേവതി പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൊണ്ട് ഫ്രിഡ്ജിലുള്ള പൂവും ആ നാരും ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ എന്താണോ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അത് രേവതി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആന്റണിയുടെ അടുത്ത് പോയിട്ട് നേരെ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സച്ചിയുടെ ഭാവമൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ സച്ചി എവിടെ പോയിട്ട് വരാ എന്നുള്ള കാര്യം. അപ്പോഴേക്കും അച്ഛമ്മ എത്തിയ കണ്ട് ആ ഒരു സന്തോഷമുണ്ട് സച്ചിക്കെങ്കിലും അച്ഛമ്മ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ്. രേവതിയുടെ ആക്സിഡന്റിന്റെ പിന്നില് ആന്റണിയാണ് എന്നുള്ള സത്യം അവന് ഞാൻ പോയിട്ട് 4 എണ്ണം പൊട്ടിച്ചു കൊടുത്തു, പക്ഷെ അവൻ സത്യം പറയുന്നില്ല. എന്തായാലും അവനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ അത് താൻ ഉടനെ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സച്ചി വീട്ടിലെത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പോലീസ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലെത്തിയ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ സച്ചിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ള കാര്യം അറിയിക്കുകയാണെ. താൻ എന്ത് തെറ്റാ ചെയ്തതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. താൻ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നോ എന്നുള്ള കാര്യമാണ് കേട്ടോ ആദ്യം പോലീസുകാരൻ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്. ആ സർ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. താൻ എന്തിനാ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ഭാര്യയുടെ ആക്സിഡന്റിന്റെ പിന്നിൽ അവനാണെന്നുള്ള സംശയം ഉള്ളത് കൊണ്ടാണ് സർ ഞാൻ അവിടെ പോയെന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പോ താൻ പോലീസിന്റെ പണി അങ്ങ് ഏറ്റെടുത്തോ എന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സർ, അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ, തെളിവൊന്നുമില്ല, പക്ഷേ അവൻ പ്രതികാരം തീർത്തതാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നീ ആന്റണിയുടെ അടുത്ത് പോയത് തന്റെ ഭാര്യയെ ആക്സിഡന്റ് ആക്കിയതിന്റെ പേരില് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ പണം ആവശ്യമായിട്ട് വന്നിരിക്കുന്ന പെണ്ണിന്റെ ദേഹത്ത് നീ എന്തിനു കൈവച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അയ്യോ സർ, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സച്ചി പറയുമ്പോ പിന്നെ വെറുതെ ആണോ ആ പെണ്ണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്? താൻ ആന്റണിയെ തല്ലുന്ന സമയത്ത് അവളെ പിടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിയതാണ്, ആ സമയത്ത് നീ അവളെയും തല്ലി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ അച്ഛമ്മയും അതുപോലെ തന്നെ രവിയും എല്ലാവരും പറയുന്നുണ്ട് സച്ചി ഒരിക്കലും ഒരു പെണ്ണിനെ തല്ലില്ല എന്നുള്ള കാര്യം. അതെങ്ങനെയാ നിങ്ങൾക്ക് അറിയുന്നത്? അവൻ തല്ലി എന്നുള്ള കാര്യം പറഞ്ഞ് ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവന്റെ തല്ല് കിട്ടിയതിന്റെ ഭാഗമായിട്ടുണ്ടായ അവർക്ക് ട്രീറ്റ്മെന്റ് എടുത്തതിന്റെ ഡോക്ടേഴ്സിന്റെ സ്ലിപ്പ് വരെ ആ കുട്ടി കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തൊരു ചതിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി സമയമില്ല. എന്തായാലും സച്ചി ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അടക്കം കരയുന്നുണ്ട് കേട്ടോ. കാരണം രേവതിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ഇതിന്റെ പുറകെ ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് രേവതിക്ക് കാലിന് വയ്യാലോ, അതുകൊണ്ട് തന്നെ. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തതല്ലേ രേവതി ഞാന്, പിന്നെ താൻ എന്തിനാ പേടിക്കുന്നത്, ഞാൻ വരും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് രേവതിയുടെ കൈവിട്ടിട്ട് നമ്മുടെ സച്ചി അവിടുന്ന് പോലീസുകാരെ കൂടെ പോകുന്നത്. സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനെ കുറിച്ചിട്ട് ഇവര് വീട്ടിലെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് നല്ല എല്ലാവർക്കും അറിയാം എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും സച്ചി ഒരിക്കലും ഒരു പെണ്ണിന്റെ മേൽ കൈ വെക്കില്ല എന്നുള്ള കാര്യം. അവൻ ചിലപ്പോൾ 4 എണ്ണം എന്തെങ്കിലും പറയുമായിരിക്കും, പക്ഷെ അത്ര പോലും ഒരു പെണ്ണിന്റെ മേലും കൈ വെക്കില്ല സച്ചി. അങ്ങനെയല്ല ഞാൻ എന്റെ കൊച്ചുമോനെ വളർത്തി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം അറിയണം. ആന്റണിയുടെ മേല് പോയിട്ട് കൈവച്ചത് കൊണ്ടായിരിക്കും ആന്റണി ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തതെന്നുള്ള കാര്യം രേവതിയും പറയുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അച്ഛമ്മ എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി കരയുമ്പോൾ, മോളെ നീ എന്തിനാ വിഷമിക്കുന്നത്, ഈ അച്ഛമ്മയില്ലേ ഇവിടെ, പിന്നെ എന്റെ സച്ചിമോനെ ഒരാളും തൊടുവില്ല, അവനെ ഞാൻ എത്രയും വേഗം നിന്റെ അടുത്ത് കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യം കൂടി അച്ഛമ്മ ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിക്ക്. അച്ഛമ്മയും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് ഈ പെണ്ണ് ആരാന്നുള്ള കാര്യം ഇവർക്ക് കണ്ടെത്തണമല്ലോ. അത് അന്വേഷിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. രവി വരണോ എന്നുള്ള കാര്യം
ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ്. കൂടെ ശ്രീകാന്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഇനി എന്തായാലും അച്ഛമ്മ അതിന്റെ പുറകെ ആയിരിക്കില്ല. തനിക്ക് വീട്ടിൽ ജോലിയൊന്നും ചെയ്യണ്ട, പിന്നെ സച്ചിയെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വേണ്ടി നിൽക്കുവാണല്ലോ, അവന് അത് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആന്റണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി, ആരും അറിയാതെ. അപ്പൊ ആന്റണി പറയുന്നുണ്ട്, അവനെ ഇവിടെ വന്നിട്ട് എന്റെ നേർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ലേ, അവനെ ഞാൻ എന്തായാലും ഇനി വെറുതെ വിടാൻ പോകുന്നില്ല. സച്ചി ഇനി ജീവിതാവസാനം വരെ ജയിലിൽ തന്നെയായിരിക്കും. കാരണം ഒരു പെണ്ണ് കേസാണല്ലോ, അതിൽ പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ജാമ്യം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് സച്ചിയുടെ ശിഷ്ടകാല ജീവിതം ഇനി ജയിലിലായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ശ്രുതി വിളിക്കുമ്പോൾ ആന്റണി പറയുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. കാരണം ഇനി സച്ചി ഇവിടെ ഉണ്ടെങ്കിലല്ലേ അവരുടെ കാര്യങ്ങളുടെ പുറകെ തിരിയുള്ളൂ. ഇവര് കടവെച്ചതിന്റെ പിന്നില് നീലിമ തന്ന പണമാണെന്നുള്ള കാര്യമൊക്കെ സച്ചി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ കണ്ടുപിടിക്കുള്ളൂ, വേറെ ആരും ഇതിന്റെ പുറകെ നടക്കില്ല. അപ്പൊ അതും കൂടി ആലോചിക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. സച്ചിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ആ സ്ത്രീ അഞ്ജന ആരാണെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ട് അവളെ തേടി പോവാണ് അച്ഛമ്മയും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട്. അച്ഛമ്മ അങ്ങനെ ഈ പെണ്ണിന്റെ വീട്ടിലെത്തുവാണ് ചെയ്യുന്നത്. അവിടെ എത്തിയിട്ട് അവളടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആന്റണിയെ തടയുന്ന സമയത്ത് സച്ചിയെ ഞാൻ തടഞ്ഞു നിർത്തി എന്നുള്ള സത്യമാണ്, പക്ഷെ അവൻ എന്തിനാ എന്റെ കരണം അടിച്ച് പൊട്ടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ഒരിക്കലും എന്റെ സച്ചി ഒരു പെണ്ണിന്റെ നേർക്കും കൈ ഒങ്ങില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വളർത്തിയതാണ് അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നൊക്കെ അച്ഛമ്മ പറയുമ്പോഴേക്കും നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെങ്കിലും അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛമ്മയാണെങ്കിൽ രണ്ടെണ്ണം അങ്ങ് കാരണം നോക്കി അങ്ങ് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ എന്റെ സച്ചിമോൻ നിനക്ക് ശരിക്കും അടി തരികയായിരുന്നു വേണ്ടിയിരുന്നത്, അതെനിക്ക് അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാവുമായിരുന്നു. എന്നാൽ നിനക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാനിപ്പോ നിനക്ക് രണ്ടെണ്ണം തന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഇവരെടുത്ത് തുറന്നു പറയുക ചെയ്യുന്നത്. താൻ 1.5 ലക്ഷം രൂപ കടം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റണി അടുത്ത് പോയത്, പക്ഷെ ഓൾറെഡി 50,000 മേടിച്ചത് കൊണ്ട് തന്നെ അവൻ പണം തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിന്റെ ഇടയിലാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നത്. അവരുമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ കയറിയിട്ട് സച്ചി ഞാൻ തടഞ്ഞു എന്നുള്ളത് സത്യമാണ്, പക്ഷെ സച്ചി ഒരു രീതിയിലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ആന്റണി 1.5 ലക്ഷം രൂപ എനിക്ക് കടമായിട്ടില്ല, വെറുതെ തരാന്നുള്ള കാര്യം പറഞ്ഞു. അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ആന്റണി എന്നുള്ള സത്യം അവൾ തുറന്നു പറയാണ്. അവളെയും കൂട്ടിയിട്ടാണ് അച്ഛമ്മയും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് സച്ചിയെ ഇറക്കാൻ വേണ്ടി വന്ന എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പെണ്ണ് കേസിൽ പെട്ട ഈ സച്ചി ഇനി പുറം ലോകം കാണില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ പുറം ലോകം കാണുകയും ചെയ്യും, എന്റെ വീട്ടിലേക്ക് അവനെ ഞാൻ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള കാര്യം അച്ഛമ്മ വെല്ലുവിളിക്കാണ് കേട്ടോ പോലീസ് ഓഫീസറെ. എന്നിട്ട് ഇവളെ കൊണ്ട് സത്യം മൊത്തം അവിടെ ചെന്നിട്ട് പറയിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കേസും പിൻവലിച്ച് നമ്മുടെ സച്ചിയെയും കൂട്ടിയിട്ട് അച്ഛമ്മ നല്ല അന്തസ്സോട് കൂടിയിട്ട് വീണ്ടും ചന്ദ്രോദയത്തിലേക്ക് തിരിച്ചു ചെല്ലുവാണ് ചെയ്യുന്നത്. സച്ചിയെ കണ്ട് രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അച്ഛമ്മ രേവതിയുടെ അടുത്ത് പറഞ്ഞ ആ വാക്ക് പാലിക്കുകയാണ്. സച്ചിയുമായിട്ട് അച്ഛമ്മ തിരികെ വരുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞതുപോലെ തന്നെ അച്ഛമ്മ തിരികെ സച്ചിയുമായിട്ട് എത്തുകയാണ്.